ഭേദചിന്ത പോണമെങ്കിൽ എന്താ ഉപായം? ഭേദമില്ല, വസ്തു ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുക. വേറെ എന്താ ഉപായം? വേറെ കൃത്രിമമായി നാമം ജപിച്ചതുകൊണ്ടോ തീർത്ഥാടനം നടത്തിയതുകൊണ്ടോ ഒന്നും അത് സാധ്യമല്ല. അതൊക്കെ ആവാം. പക്ഷേ ഒന്നേ ഉള്ളൂ, ഒക്കെ ഈശ്വരൻ, ഒക്കെ ബ്രഹ്മമാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് മനസ്സിനെ പഠിപ്പിക്കുക. പഠിപ്പിക്കുന്തോറും മംഗളകരങ്ങളായ ചില ചിഹ്നങ്ങളിൽ കൂടി ആ ബ്രഹ്മം, അതായത് ഞാൻ തന്നെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിൽ പ്രകടമാവും. അതെങ്ങനെയൊക്കെയാണ്? മധുരമധുരങ്ങളായ പല ശബ്ദങ്ങൾ ഉള്ളിൽ കേൾക്കാൻ കഴിയും. അതി മനോഹരങ്ങളായ തേജോരൂപങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ട് അനുഭവിക്കാറാകും. അതാണ് ഗുരുദേവൻ 16-ാം പദ്യത്തിൽ പറയുന്നത്.